ഒരു സംഗീത ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ജേർണി ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പാട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഡെഡിക്കേഷൻ? ഓരോ പാട്ടായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ കുറച്ചൊരു മൈൻഡ് വർക്ക് മാത്രമാണല്ലോ. നമ്മുടെ ആക്ച്വലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യേണ്ടതാണ്. അതിപ്പോൾ പാട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാടാൻ അവസരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പും ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യും. ഇപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന നമ്പർ ഓഫ് സോങ്സ് ഒന്നും നാളെ പാടിക്കൊള്ളണം എന്ന് ഒരു ഉറപ്പില്ല. കരിയറും ആളുകളും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, എൻ്റെ ബാൻഡുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ലൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ആയിട്ട് മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് പ്ലേ ബാക്ക് സിംഗിങ് മാത്രമായിട്ട് ഞാൻ ആലോചിക്കാറില്ല. പിന്നെ അങ്ങനത്തെ പാട്ടുകൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പരമാവധി സിൻസിയർ ആയിട്ട് എന്നെ കൊണ്ട് എല്ലാവർക്കും കഴിവിന് പരിമിതികളും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും കൊണ്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പരമാവധി എഫേർട്ട് ഇടും. അത് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അതായത് സെലക്ട് ചെയ്യുന്നതിൽ എനിക്ക് ഇന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിയിട്ടാണ് അങ്ങനെയുണ്ടോ ഒരു സെലക്ട് ചെയ്യുന്നതിൽ പാട്ട്? ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് അവർക്ക് ഇപ്പം വിളിക്കുന്ന കമ്പോസർക്ക് അറിയാം നമ്മൾ എന്തിനാണ് വിളിക്കുന്നത്, എന്ത് തരം ടെക്സ്ചറിലുള്ള പാട്ടിനാണെന്നൊക്കെ അറിയാം. അപ്പം ഒരുവിധം അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാം പാടാൻ വരിക. ചേച്ചിക്ക് വേറെ ഒരാൾ പാടി, അതായത് വേറെ ഏതെങ്കിലും ഒരു സിംഗർ പാടിയ പാട്ട് എനിക്ക് ആ പാട്ട് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് മലയാളം തന്നെ വേണമെന്നില്ല, ഏത് ലാംഗ്വേജിലാണെങ്കിലും. മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയൊരു പാട്ട് ബോംബെ ജയശ്രീമാൻ പാടിയിട്ടില്ല. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. അത് കേൾക്കുമ്പോൾ ആ പാട്ടൊക്കെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ എത്രയോ മുകളിൽ മാം പാടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്ന കൊതിയും കൂടി ആയിരിക്കും. അതെ, നമുക്ക് ചില നല്ല കാര്യങ്ങൾ നല്ല ടാലൻസ് കാണുമ്പോൾ ഒരു കൊതി വരുമല്ലോ. അത് വേറെ ലാംഗ്വേജിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? തമിഴ്, തെലുഗു, തെലുങ്കും കന്നഡയും പാടിയിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ഞാൻ റീസെന്റ് ഈ നമ്മുടെ OTT-യിലുള്ള 2 ഹിന്ദി സോങ്സും പാടിയിട്ടുണ്ട്. അതൊക്കെ ആ വഴിക്ക് പൊതുവെ ആക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ തമിഴ്, തെലുങ്ക് അങ്ങനെ ഇൻഡസ്ട്രി ചേഞ്ച് ആകുമ്പോൾ ഡിഫറൻസ് എന്താണ്? സിംഗേഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ലാംഗ്വേജ് എപ്പോഴും നമുക്ക് നമ്മുടെ മാതൃഭാഷ ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ കേൾവി എന്നാണല്ലോ നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ? അത് ഓഫ് കോഴ്സ് റഹ്മാൻ സാറിന്റെ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ചേച്ചി പാടിയിട്ടില്ല. അതൊരു ആഗ്രഹം അങ്ങനെ കിടക്കുന്നുണ്ട്. അതൊരു ഡിസ്റ്റന്റ് ഡ്രീം പോലെ. അങ്ങനെ റഹ്മാൻ സാറിന്റെ, പിന്നെ സന്തോഷ് നാരായണൻ, സന്തോഷിയുടെ പാട്ടുകൾ ഭയങ്കര ഒരു ആർഡൻ ഫാനാണ് ഞാൻ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഹിറ്റ് പാട്ട്. എൻജോയ് എൻജോയ് ചേച്ചി പാടി നോക്കിയിട്ടുണ്ടോ? ഈ ചെറുത് എന്റെ മോള് വെറുതെ പാടും. അപ്പൊ ഞാൻ ആണോ, നമുക്ക് ആ പാട്ട് ഒന്ന് പാടിയല്ലോ. മോൾക്ക് വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കുക്കു കുക്കു താത്ത താത്ത കളവെട്ടി കുക്കു കുക്കു ഒന്നില്ല യാറ് മീൻകൊത്തി കുക്കു കുക്കു தண்ணியில் ஓடும் தவளைக்கு குக்கு குக்கு கம்பளி பூச்சி தங்கச்சி அள்ளி மலர் கொடி அங்கதமே ஒட்டார ஒட்டார சந்தனமே முல்ல மலர் கொடி முத்தாரமே எங்கூரு குத்தாளமே என்ஜாய் என்ஜாமி வாங்கோ வாங்கோ ஒந்தாகி அம்பாய் அம்பாரி இந்த மும்மாரி என்ஜாய் என்ஜாமி வாங்கோ வாங்கோ ஒந்தாகி அம்பாய் அம்பாரி இந்த